ബ്രേക്ക് ഡൗൺ വീൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്യൂൽ പമ്പ് അസംബ്ലിയും അതിൻ്റെ കാര്യങ്ങളും പറ്റി പറഞ്ഞിരുന്നു, ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്ററെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഫ്യൂൽ ഫ്ലോട്ടും അതിനോട് ചേർന്ന് വരുന്ന ഫ്യൂൽ ലെവൽ സെൻസറിനെയും പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. ഇതിനുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിന് ചെയ്യാവുന്ന പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ നമ്മുടെ വാഹനത്തിൽ ഇന്ധനം നിറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ അളവ് കാണിക്കാറില്ല. അതിനുള്ളൊരു ഉത്തമ പരിഹാരമാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ വലത്തെ കയ്യിൽ കാണുന്നതാണ് ഫ്യൂൽ ഫ്ലോട്ട്, ഇടത്തെ കയ്യിൽ കാണുന്നതാണ് സിറാമിക് റെസിസ്റ്റർ. അപ്പോൾ നമ്മുടെ വാഹനത്തിൽ ഇത് രണ്ടും കൂട്ടി ഒരുക്കുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, അതാണ് നമ്മുടെ വാഹനത്തിൽ ഫ്യൂവലിൻ്റെ അളവ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ കാണുന്ന സിറാമിക് റെസിസ്റ്ററിൽ ഈ കാണുന്ന നമ്മുടെ ഈ ലൈൻസിൻ്റെ കേടുപാടുകൾ സംഭവിക്കാമെന്ന് വെച്ചാൽ, ഒന്ന് അതിൽ അഴുക്കുകൾ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതകൾ കൂടും. രണ്ടാമത് എന്ന് പറഞ്ഞാൽ അത് പൊട്ടുകയോ ചളുങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നീഡിൽസിന് വളവുകൾ സംഭവിച്ചാൽ അത് സിറാമിക് റെസിസ്റ്ററിൽ കാണുന്ന ലൈൻസിൽ ടച്ച് ആകാതെ, വീഡിയോയിൽ കാണുന്നത് പോലെ ഈ കാണുന്ന നീഡിൽസ് ഈ സിറാമിക് റെസിസ്റ്ററിൽ ടച്ച് ആകാതെ വരും. അങ്ങനെ ടച്ച് ആകാതെ വരുമ്പോൾ നമുക്ക് ഫ്യൂവലിൽ റീഡിങ്സ് ലഭിക്കുകയില്ല. എന്ന് വെച്ചാൽ വാഹനത്തിൽ എത്രത്തോളം ഇന്ധനം ഉണ്ടെന്നുള്ളത് കാണിച്ചു തരില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സിറാമിക് റെസിസ്റ്ററിൽ അഴുക്കുകളോ ഈ കാണുന്ന ലൈൻസിൽ കേടുപാടുകളോ ഉണ്ടെങ്കിൽ നമുക്ക് റീഡിങ്സ് ലഭിക്കില്ല. അപ്പോൾ ഈ കാണുന്ന ലൈൻസ് നമുക്ക് കൈകൊണ്ട്, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കൈകൊണ്ടോ ഇല്ലെങ്കിൽ ഇയർ ബഡ്സ് കൊണ്ടോ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന ഫ്യൂൽ ഫ്ലോട്ടിൻ്റെ വളവുകൾ വളരെ സിമ്പിളായി കൈകൊണ്ട് തന്നെ നിവർത്തി ഒരേ ലെവലിൽ ആക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് ലെവലാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന രണ്ട് ലൈൻസിലും ഈ കാണുന്ന രണ്ട് നീഡിൽസിൻ്റെ ഭാഗവും ടച്ച് ആവുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അങ്ങനെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് ഈ കാണുന്ന ഫ്യൂവൽ ഫ്ലോട്ട് അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഒന്നും കൂടി ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, നമ്മുടെ ഫ്യൂൽ ഫ്ലോട്ട് അതിൽ സെറ്റായിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഫ്യൂൽ ഫ്ലോട്ട് മേലേക്ക് പോകുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ നീഡിൽസ് വർക്ക് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൽ കാണുന്ന മറ്റൊരു ഐറ്റത്തെ പറ്റി നമുക്ക് ഇന്ന് പഠിക്കാം. സാധാരണ നമ്മുടെ വാഹനത്തിൻ്റെ ഇന്ധനം കുറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൽ കാണുന്ന മഞ്ഞ വാർണിംഗ് ലൈറ്റ് തെളിഞ്ഞു വരാറുണ്ട്. അപ്പോൾ ഈ കാണുന്ന റെസിസ്റ്ററാണ് നമുക്ക് വാഹനത്തിൽ ഫ്യൂവലിൻ്റെ കഴിയാറാകുമ്പോൾ വാർണിംഗ് ലൈറ്റ് തന്ന് നമ്മളെ സഹായിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് NTC തെർമിസ്റ്റർ. ഇതിന് കേടുപാടുകൾ സംഭവിക്കാം എന്ന് പറഞ്ഞാൽ ഇതിനുണ്ടാകുന്ന ഈ സോൾഡറിങ്ങിന് പൊട്ടലോ, അതേപോലെ ഈ കാണുന്ന മെറ്റൽസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ, അതേപോലെ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ തെർമിസ്റ്റർ അടങ്ങിയിരിക്കുന്നത്. ആ തെർമിസ്റ്റർ അധികം ഹീറ്റ് മൂലം പൊട്ടിപ്പോവുകയോ ചെയ്താൽ നമുക്ക് ഫ്യൂവൽ ലോ ഇൻഡിക്കേറ്റർ വർക്കാവുന്നതല്ല. അപ്പോൾ ഈ NTC തെർമിസ്റ്റർ ഫ്യൂവലിൽ മുങ്ങിക്കിടക്കുമ്പോൾ അത് താനെ തണുക്കുകയും ഫ്യൂവൽ അതിൻ്റെ ലെവലിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ സ്വയം ചൂടാവുകയും ചെയ്യുന്നു. ഈ ചൂടാകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് വഴി ഈ ഫ്യൂവൽ ലോ ഇൻഡിക്കേറ്റർ നമുക്ക് ക്ലസ്റ്ററിൽ തെളിഞ്ഞു കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്യൂവൽ ഫ്ലോട്ടും അതേപോലെ അതിൻ്റെ ഫ്യൂവൽ ലെവൽ സെൻസറും എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ അതെങ്ങനെ നന്നാക്കി എടുക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ പെട്രോൾ വാഹനത്തിൻ്റെ ഫ്യൂവൽ ഫ്ലോട്ടിന് ഇതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വയം തന്നെ ചെയ്ത് ശരിയാക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് ഞാനിന്നിവിടെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂൽ ഫ്ലോട്ടിന് അതേപോലെ സിറാമിക് സെൻസറിന്, റെസിസ്റ്ററിന് ഇതുപോലെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ സാധനം സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ മൊത്തമായിട്ട് ഇങ്ങനൊരു സെറ്റ് വാങ്ങിക്കാൻ വളരെ ചില ഓൺലൈൻ മാർക്കറ്റിലൊക്കെ ലഭിക്കുന്നതാണ്. വളരെ ചിലവ് കുറവാണ്. ഒരു 1000-1600 രൂപ റേഞ്ചിലൊക്കെ നമുക്കിതിങ്ങനെ മൊത്തമായിട്ട് സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം,
അതേപോലെ എൻ്റെ അടുത്ത വീഡിയോ കാണാൻ ബെൽ നോട്ടിഫിക്കേഷനും കൂടി പ്രസ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.